ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സുകന്യയും ധർമ്മനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മേട്ട, ആവശ്യമില്ലാത്തത് പറഞ്ഞ് അച്ചുവേട്ടനെ വെറുതെ വെറുപ്പിക്കരുത് കേട്ടോ. അച്ചുവേട്ടനും അനന്തേട്ടനുമായിട്ട് നമുക്ക് ഒരു കടയിട്ട് തരിക, അതിൻ്റെ നന്ദി നമ്മൾ അവരോട് കാണിക്കണം. അതുകൊണ്ട് ദേവമംഗലത്തേക്ക് പോകണമെന്നോ അവിടെയുള്ളവരെ കാണണമെന്നൊന്നും ഇനി ധർമ്മേട്ടൻ പറയരുത് എന്ന് സുകന്യ പറയാണ്. അത് കേൾക്കുന്ന ധർമ്മം പറയും, ഇല്ല സുകന്യെ, അച്ചുവേട്ടൻ ഇനിയും ദേവമംഗലത്തുള്ളവരെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടത്തില്ല. ആ ഉദയഭാനു, അയാൾ എന്തൊരു ഫ്രോഡാ. അയാൾ ഒറ്റ ഒരുത്തൻ കാരണമാ ദേവമംഗലത്ത് നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് പോലും. അയാളെ എത്രമാത്രം വിശ്വസിച്ചതാ അളിയനും ചേച്ചിയും. എന്നിട്ട് അവരോട് ഇത്രയും വലിയൊരു ചതിയല്ലേ അയാൾ ചെയ്തത്. എന്നിട്ടും ഒരു നാണവും ഇല്ലാതെ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പാവം ആനന്ദ്, അവൻ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും എന്ന് പറയാം. അത് കേൾക്കുന്ന സുകന്യ പറയും, ഒരു കണക്കിന് ആ ഉദയഭാനോട് നന്ദിയാണ് പറയേണ്ടത്. അയാൾ കാരണമല്ലേ നമുക്ക് ആ നരകത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് സന്തോഷത്തോടെ ജീവിക്കാനായിട്ട് സാധിച്ചത്. ഇതാ നമ്മുടെ വീട്, അല്ലാത്ത ദേവമംഗലമല്ല. ദേവമംഗലം ധർമ്മേട്ടൻ്റെ ചേച്ചിയുടെ വീട് മാത്രം. അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. നമുക്കൊരു ഉപജീവന മാർഗവും തുടങ്ങാനായിട്ട് ഇവിടെ ഉള്ളവരെല്ലാം ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളപ്പം ഇവിടെ ഉള്ളവരെ പിണക്കാനായിട്ട് നിൽക്കരുത് എന്ന് പറയാം. ഇല്ല സുകന്യെ, എനിക്ക് ആ ഉദയഭാനുവിനെ ഒന്ന് കാണണം, അയാളോട് രണ്ടെണ്ണം പറയണം. ഞാനും കൂടി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കടയാ അത്. അതുകൊണ്ട് അയാളോട് എനിക്ക് സംസാരിച്ചേ പറ്റൂ എന്ന് പറയാം. ആവശ്യമില്ലാത്ത പ്രശ്നത്തിലൊന്നും ധർമ്മേട്ടൻ ഇനി പോകരുത്. ദേവമംഗലത്തുള്ളവര് എന്താണെന്ന് വെച്ച് ചെയ്യട്ടെ. അവരാരും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് വീണ്ടും പറയാം. വന്നേ, ആഹാരം കഴിക്കാൻ വന്നേ എന്നും പറഞ്ഞ് സുകന്യ വീണ്ടും ധർമ്മനെ വിളിക്കുകയാണ്. പെട്ടെന്ന് അച്യുതൻ അങ്ങോട്ട് വരാം. എന്താ രണ്ടുപേരും കൂടി ഇവിടെ ഒരു സംസാരം എന്ന് ചോദിക്കുക. അത് കേൾക്കുന്ന സുകന്യ പറയും, അത് പിന്നെ അച്ചുവേട്ടൻ ധർമ്മേട്ടനോട് ദേഷ്യപ്പെട്ടില്ലേ, അതിൽ ധർമ്മേട്ടന് ചെറിയൊരു സങ്കടമുണ്ട് എന്ന് പറയണം. എടാ, നീ എൻ്റെ അനിയനല്ലേടാ, എനിക്ക് നിന്നോടൊന്ന് ദേഷ്യപ്പെടാൻ പോലും അവകാശമില്ലേ. സത്യത്തിൽ ഈ ഒച്ചയും ബഹളമൊക്കെ വെച്ച് നടക്കുന്നവരെ മനസ്സിൽ നല്ല ശുദ്ധരാടാ. ഞാൻ ശരിക്കും ഒരു ശുദ്ധനാ. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അപ്പം വെട്ടി തുറന്നു പറയും. ഒന്നും മനസ്സിൽ വെച്ച് മറ്റൊന്ന് പ്രവർത്തിക്കാനൊന്നും എനിക്കറിയില്ല. നീ മര്യാദയ്ക്ക് വന്നേ. നിന്റെ കടയുടെ ഉദ്ഘാടനം എത്രയും വേഗം നമുക്ക് നടത്തണം. കടയൊക്കെ നല്ല ഉഷാറായിട്ട് കൊണ്ടു നടക്കേണ്ടതാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി. നീ വന്ന് ആഹാരം കഴിച്ചേടാ എന്നും പറഞ്ഞ് ധർമ്മനെ വിളിച്ചോണ്ട് പോവാണ് കേട്ടോ അച്യുതൻ. അത് കാണുന്ന സുകന്യയ്ക്കും സമാധാനമാവുകയാണ്. ധർമ്മന് ദേവമംഗലത്തുള്ളവരോട് ഒരു ചായ വരുന്നുണ്ട്. അത് സുകന്യയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ് റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക. അപ്പൊ ആകാശ് അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ ആകാശിനെ കാണുമ്പം ആനന്ദ് ചോദിക്കുക, എടാ നീ എന്താ ഇന്ന് കടയിലേക്കൊന്നും പോയില്ലേ എന്ന് ചോദിക്കുക. കടയിലേക്ക് പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഏട്ടാ. എല്ലാവരും എവിടെ? എല്ലാവരും പോകാനായിട്ട് തുടങ്ങുക. ആരും പോയി. മീനു പോകാനായിട്ട് റെഡി ആവുക എന്ന് പറയാണ്. അച്ഛനും കടയിലേക്ക് പോകാനായിട്ട് റെഡി ആകുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്ന് പറയാം. അതെയോ, എങ്കിൽ നീ എന്തിനാ നീയും കടയിലേക്ക് ചെല്ലാൻ നോക്ക് എന്ന് ആനന്ദ് പറയണം. ഏട്ടൻ ഇങ്ങനെ മൂടി അടഞ്ഞിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് എങ്ങനെയായിട്ടാ സന്തോഷത്തോടു കൂടി ഒരു വഴിക്ക് പോകാൻ തോന്നുന്നേ? ഏട്ടൻ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? എൻ്റെ ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തവർക്കാണ് ഒരു പ്രശ്നവും ഇല്ലതാനും. ഏട്ടൻ എന്തിനാ പിന്നെ വെറുതെ ഇരുന്ന് വേദനിക്കുന്നേ എന്ന് ആകാശ് ചോദിക്കുക. ഞങ്ങളെല്ലാവരും ഏട്ടൻ്റെ ഒപ്പം ഉണ്ടല്ലോ. ഏട്ടൻ സമാധാനത്തോടെ ഇരിക്കുക, എല്ലാം ശരിയാകും എന്ന് പറയാ. ഇല്ലടാ, ഒന്നും ശരിയാക്കാൻ പോകുന്നില്ല. അവളെ അന്ധമായി ഞാൻ വിശ്വസിച്ചതാ. അതിനുള്ള ശിക്ഷയാ എനിക്ക് കിട്ടിയത് എന്ന് അപ്പോഴത്തേക്കും ആനന്ദ് പറയാണ് കേട്ടോ. ആനന്ദിന്റെ സങ്കടത്തോടെയുള്ള സംസാരം കേൾക്കുമ്പം നമ്മുടെ ആകാശിനും ഒരുപാട് വിഷമം തോന്നുകയാണ്. ഏട്ടൻ ഇങ്ങനെ തുടങ്ങല്ലേ, ഏട്ടൻ കടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കേ എന്ന് പറയാം. എടാ, എനിക്കൊന്നിനും തോന്നുന്നില്ല. ജോലിക്ക് പോകാൻ ഒരു കാരണം വേണ്ടേടാ. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം വൈകിട്ട് വീട്ടിലെത്താൻ ഒരു കൊതിയുണ്ടാകണം. ഇന്നെനിക്ക് അതൊന്നുമില്ലടാ എന്ന് പറയാം. ഇപ്പം ഇങ്ങനെ അങ്ങ് പോകണം, ജീവിക്കണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ടാ ഞാൻ എങ്ങും പോകാൻ നോക്കാത്തത്. ജോലിക്കൊന്നും ഇനി ഞാൻ പോകുന്നില്ലടാ. എനിക്കിപ്പം എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല. എവിടെയെങ്കിലും ഇങ്ങനെ ഇരിക്കാനാ തോന്നുന്നേ. ആരെയും കാണാനോ ആരോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് തോന്നുന്നില്ലടാ എന്ന് പറയാം. അത് കേൾക്കുന്ന ആകാശ് ആനന്ദിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുവാണ് കേട്ടോ. ഏട്ടൻ ഇങ്ങനൊന്നും പറയല്ലേ, എല്ലാം ശരിയാകും. എടാ, നീ ഇനി സമയം കളയണ്ട, പൊയ്ക്കോ. നീ വേഗം കടയിലേക്ക് പോകാൻ നോക്ക്. അച്ഛൻ എന്തായാലും വൈകും. നീ രാമേട്ടൻ തനിച്ചല്ലേ ഉള്ളൂ. നീയും കൂടി കടയിലേക്ക് ചെല്ല്. അച്ഛൻ്റെ സഹായത്തിന് നീയും കൂടി വേണം. ചെല്ലടാ, നീ എന്നെ നോക്കി ഇവിടെ നിൽക്കണ്ട, വേഗം ചെല്ലടാ എന്ന് വീണ്ടും പറയണം കേട്ടോ. അപ്പോൾ ആകാശിന് എന്ത് പറഞ്ഞ് ആനന്ദിനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പതിയെ അവിടെ നിന്ന് എഴുന്നേൽക്കുക. എന്നിട്ട്
കടയിലേക്ക് പോകാനായിട്ട് തുടങ്ങാണ് കേട്ടോ. വീണ്ടും തിരിഞ്ഞ് ആനന്ദിനെ നോക്കുക. എൻ്റെ ഏട്ടൻ എത്രയേറെ വേദനിച്ചായിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. പെട്ടെന്ന് ആനന്ദ് ചിരിച്ചുകൊണ്ട് തലയാട്ടിട്ട് പറയും, ചെല്ലടാ, നിന്റെ ചേട്ടന് ഒരു കുഴപ്പമില്ല എന്ന് വീണ്ടും പറയാം. അത് കേൾക്കുന്ന ആനന്ദ് സമാധാനത്തോടെ പോവാണ് കേട്ടോ. പക്ഷേ ആനന്ദ് ആകെ വേദനയോട് കൂടി തന്നെ വീണ്ടും തനിക്ക് സംഭവിച്ച ഓരോ കാര്യങ്ങളും ചിന്തിച്ചിരിക്കുക. ഇതേ സമയം അലോകാണെങ്കിൽ റോഡരികിൽ കാത്തു നിൽക്കുക. വേറെ ആരെയല്ല, നമ്മുടെ അനുവിനെ. അതേ സമയത്താണ് കോളേജിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയ അനു ആ വഴിക്ക് വരുന്നത്. അലോകിനെ കാണുമ്പം അനു ആണെങ്കിൽ കണ്ട ഭാവം നടിക്കാതെ കടന്നു പോകാനായിട്ട് ശ്രമിക്കുകയാണേ. പെട്ടെന്ന് വിളിക്കും, അനുശ്രീ എന്ന്. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. അനുശ്രീ പ്ലീസ്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം, പ്ലീസ് അനുശ്രീ എന്ന് പറയാം. എനിക്ക് എന്നോടൊന്ന് സോറി പറയണം അനു എന്ന് പറയാം. മുന്നിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ന് അനുശ്രീ അപ്പം പറയാം. അനു പ്ലീസ് അനു, എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, മുന്നിൽ നിന്ന് മാറാനാ പറഞ്ഞത്. അനു പ്ലീസ്, ഒരു 5 മിനിറ്റത്തെ കാര്യമുള്ളൂ, ഒന്ന് സംസാരിക്കണം. എനിക്ക് പറയാനുള്ളത് നീ ഒന്ന് കേട്ടിട്ട് പൊയ്ക്കോ, അല്ലെങ്കിൽ എനിക്ക് ഒരു മനസമാധാനം ഉണ്ടാകില്ല. നിനക്കിനി എന്താടാ പറയാനുള്ളത്? എന്താ നിനക്ക് പറയാനുള്ളത്? പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ നീ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തില്ലേ? ഇനി എന്താ നിനക്ക് പറയാനുള്ളത്? ഇനി നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കുകയും വേണ്ട, കേട്ടെടുത്തോളം തന്നെ മതി എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് പോകാൻ തുടങ്ങുക. പെട്ടെന്ന് അലോക് കയ്യിൽ കയറി പിടിക്കുക. എൻ്റെ കൈ വിടാനാ പറഞ്ഞത്, കൈ വിടടാ എന്നും പറഞ്ഞ് അനുശ്രീ ശക്തമായി കൈ വിടിപ്പിക്കാണ് കേട്ടോ. അനു പ്ലീസ് അനു. അനുവോ, ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ആത്മാർത്ഥമായാടാ ഞാൻ നിന്നെ സ്നേഹിച്ചത്. ആ വിശ്വാസവും സ്നേഹവും ഒക്കെയാ നീ എൻ്റെ കല്യാണത്തിൻ്റെ തലേ രാത്രിയാ നിന്റെ മുന്നിൽ എന്നെ എത്തിച്ചത്. പക്ഷെ നീ അത് മുതലെടുത്തു എന്ന് അനു പറയാ. അന്ന് നീ എന്നോട് ചെയ്തത് എന്താണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാമല്ലോ എന്ന് ചോദിക്കുക. അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെയും നിനക്കറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ്. ഇനി എന്തിനാ ഇങ്ങനൊരു കൂടിക്കാഴ്ച? ഇപ്പോഴാ ഞാൻ അല്പം മനസമാധാനവും സ്വസ്ഥതയും അറിയുന്നത്. എൻ്റെ വീട്ടുകാർ എൻ്റെ ഒപ്പമുണ്ട്, അതാ എൻ്റെ ബലം. എനിക്ക് താങ്ങും തണലുമായിട്ട് അവരെല്ലാവരും ഉണ്ട്. ദയവ് ചെയ്ത് ഇനി എൻ്റെ പിന്നാലെ നടക്കരുത്. എനിക്ക് ഇനിയും ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അനു, എത്ര വേണേലും നീ എന്നെ കുറ്റപ്പെടുത്തിക്കോ, എന്നെ വേണേ നീ തല്ലിക്കോ, പക്ഷേ എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്കണം. ഞാനതെല്ലാം അർഹിക്കുന്നുണ്ട്. അത്ര വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഓ, ഇപ്പോഴാണോ നിനക്ക് ആ ബോധം ഉണ്ടായത്? എന്നോട് തെറ്റ് ചെയ്തെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് ചോദിച്ചിട്ട് അനുശ്രീ അവിടെ നിന്ന് നടന്നു പോകാനായിട്ട് ശ്രമിക്കുക. അനു, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കനു. എനിക്ക് ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കുക. കണ്ണടച്ചാൽ എൻ്റെ മനസ്സിൽ നീയാ. എന്താ നീ പറഞ്ഞേ? ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമാ ഞാനിവിടെ കാത്തു നിന്നേ. പ്ലീസ് അനു, എന്നെ ഒന്ന് മനസ്സിലാക്കുക. നീ എൻ്റെ വീട്ടിൽ വന്നത് മുതൽ അവിടുന്ന് പോകുന്നത് വരെ എനിക്ക് ഒരു സ്വസ്ഥതയും തന്നിട്ടില്ല. അത്രമാത്രം എന്നെ തേജോവധം ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നീ എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. നമ്മൾ തമ്മിൽ വഴക്കടിച്ചു, അടികൂടി. നീ എൻ്റെ തലയിൽ കറി വരെയും കോരി ഒഴിച്ചു, എന്നെ ടോർച്ചർ ചെയ്തു. അതൊക്കെ നീ അവിടെ ഉണ്ടായിരുന്നപ്പോഴേ കാര്യങ്ങളല്ലേ അനു എന്ന് ചോദിക്കുക. നിന്റെ പ്രവൃത്തികളും സാന്നിധ്യവും ഒക്കെ എന്നെ അങ്ങേയറ്റം ഇറിറ്റേഷനായിരുന്നു ആ സമയങ്ങളിൽ. പക്ഷെ ഇപ്പം നീ അവിടെ നിന്ന് പോയതിന് ശേഷം എനിക്ക് നിന്നെ അത്രമാത്രം മിസ് ചെയ്യുക എന്ന് പറയാം. ഇതേ സമയമാണ് നമ്മുടെ ആര്യൻ ആ വഴി കടന്നു വരുന്നത്. അപ്പം അലോകും അനുശ്രീയും സംസാരിച്ച് നിൽക്കുന്നത് ആര്യൻ കാണും. എടാ നീ എന്തിനാടാ അവളോട് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചോണ്ടാ ആര്യൻ അവിടെ വന്ന് വണ്ടി നിർത്തുന്നത്. എന്താ മോളെ, ഇവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയോ? എനിക്കറിയില്ല ഏട്ടാ, എന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞു. എന്ത് സംസാരിക്കാനാടാ? നിനക്കിനി എന്താടാ സംസാരിക്കാനുള്ളത്? നിന്നോടല്ല, എനിക്ക് അനുശ്രീയോടാ സംസാരിക്കാനുള്ളത്. പന്നെ എന്ന് പറഞ്ഞ് ഷർട്ടിന് പിടിക്കാൻ കേട്ടോ. നീ ഞങ്ങളുടെ പെങ്ങളോട് ചെയ്തതൊക്കെ ക്ഷമിച്ച് വിട്ട് കളയാ ഞങ്ങള്. വീണ്ടും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നീ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ആരും ദേഷ്യപ്പെടുക. ഞാൻ എങ്ങനെയാ പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആരും ചേട്ടാ വേണ്ട, പ്ലീസ് നമുക്ക് പോകാം. ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. എനിക്ക് അനുശ്രീയോടൊന്ന് സംസാരിക്കണം. നീ അവളോട് ഒരു പുല്ല് സംസാരിക്കണ്ടടാ. അത് നീയല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ഞാൻ തന്നെയാടാ തീരുമാനിക്കുന്നത്. ആരും ചേട്ടാ ഒന്നിങ്ങ് വന്നേ. അലോകേ, ഇനി എൻ്റെ പെങ്ങളുടെ പിന്നാലെങ്ങാനും നീ നടന്നാലേ മതി. ആരും ചേട്ടാ വരാനാ പറഞ്ഞത്, വന്ന് വണ്ടിയിൽ കയറിക്കേ എന്നും പറഞ്ഞ് അതിന് ഒരുവിധം ആര്യനെ അവിടെ നിന്ന് വലിച്ചോണ്ട് വരിക. വീണ്ടും ആര്യൻ അലോകിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നീ
നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതെന്റെ പെങ്ങള് ദാനമായിട്ട് തന്നതാ. അത് നീ മറക്കണ്ട. ഇവളുടെ ഔദാര്യമാടാ നിന്റെ ഇപ്പോഴത്തെ ഈ ജീവിതം. അത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. മുത്തശ്ശി ഒരാളെ ഓർത്ത് മാത്രം ഇവൾ ആ കേസ് വേണ്ടെന്ന് വെച്ചത്. എന്നിട്ട് വീണ്ടും അവളുടെ പിന്നാലെ പ്രശ്നമായിട്ട് വരിക. അതിനർത്ഥമേ അവൾ നിന്നോട് ക്ഷമിച്ചെന്നോ നിന്റെ തെറ്റുകൾ മറന്നെന്നോ പുറത്തെന്നോ ഒന്നുമല്ല. അവളുടെ മനസ്സിൽ അതെല്ലാം ശരിക്കുമുണ്ട്. ഒരിക്കൽ അവൾ നിന്നെ വിശ്വസിച്ചു, നിന്നെ സ്നേഹിച്ചു. ഇനി ഞങ്ങളുടെ പെങ്ങൾക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ല. അതുകൊണ്ട് അവളുടെ പിന്നാലെ നടന്ന് വെറുതെ സമയം കളയണ്ട. ഇനിയും അവളെ പിന്നാലെ നടന്ന് ട്രാപ്പ് ചെയ്യാനാ നീ ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിലേ പൊന്നും മോനെ, ആരിന്റെ കൈയുടെ ചൂട് നീ അറിയും കേട്ടോടാ എന്ന് പറഞ്ഞ് വീണ്ടും ഷർട്ടിന്റെ കോളറിന് പിടിക്കാം. ആരും ചേട്ടാ വേണ്ട, മതി, പിടിപിട് ഏട്ടാ, വിടാനാ പറഞ്ഞത്, മതി, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വീണ്ടും അനുശ്രീ ആര്യനെ വിളിച്ചുകൊണ്ട് ഒരു വിധത്തിൽ വണ്ടി കയറ്റുക. ദേ വണ്ടി എടുക്കാൻ ആര്യൻ ചേട്ടനോട് ഞാൻ പറഞ്ഞത്, കയറി നീ എന്നപ്പോൾ ആര്യം പറയുക, അനു ദേ ഇനി ഇവൻ നിന്റെ പിന്നാലെ റോഡിലൂടെ വന്നാലേ നീ ഒന്നും പറയാൻ പോകണ്ട, നീ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അവനോട് പറഞ്ഞോളാം. അവനെ വെറുതെ വിട്ടതുകൊണ്ടല്ലേ അവൻ പിന്നാലെ വീണ്ടും വരുന്നത്. ഇതൊരു പൊതുശല്യമായി മാറിയിരിക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുക. ഇതേ സമയം നമ്മുടെ മീനു ആണെങ്കിൽ അടുക്കളയിൽ ഓരോരോ പണിയൊക്കെ ആയിട്ട് ഗോമതിയുടെ അടുത്തുണ്ട് കേട്ടോ. മിത്രയും കൂടെ ഉണ്ട്. അവർ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഗോമതി ഈ ലോകത്തൊന്നും അല്ലാത്ത പോലെ ചിന്തിച്ച് നിൽക്കുക. അമ്മേ, എന്താ അമ്മ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മീനു ചോദിക്കുക. മനസ്സമാധാനവും സ്വസ്ഥതയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാ എന്നപ്പം ഗോമതി അതിന് മറുപടി ആയിട്ട് പറയണ. അമ്മേ, വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ അതൊക്കെ കൊണ്ട് അമ്മയുടെ സമാധാനം തകരാൻ പാടില്ല. അമ്മ സമാധാനത്തോടെ ഇരിക്കുക. മീനു, ഇതൊക്കെ പറയാൻ എളുപ്പമാണ് മീനു, അല്ലാതെ പ്രാവർത്തികമാക്കാനേ നല്ല ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയാം. എനിക്കൊരു സ്വസ്ഥതയില്ല. ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്നും ഓരോരോ പ്രശ്നങ്ങൾ. എന്നാ ഒരു സമാധാനം ഉണ്ടായിട്ടുള്ളത്? ആനന്ദിൻ്റെ കല്യാണം എത്ര ആഘോഷമായിട്ട് സന്തോഷമായിട്ടൊക്കെയാണ് നമ്മൾ നടത്തിയത്. എത്ര വലുതായിട്ടാണ് നടത്തിയത്. അതോ അതിപ്പോൾ ഇങ്ങനെയായി തീർന്നു എന്ന് ഗോമതി അപ്പം പറയണം. അവനിപ്പം ബന്ധം വേർപ്പെടുത്തണമെന്നാ പറയുന്നത് എന്ന് ഗോമതി പറയാ. അമ്മ വിഷമിക്കാതിരിക്കുക, ഒരിക്കലും അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് മീനാക്ഷി പറയാ. എനിക്കെന്താ വിഷമം? അവൻ്റെ ജീവിതം അവനാ തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. ഇനി ഞാൻ അതിൽ ഇടപെടുകയുമില്ല. അമ്മേ, ഏടത്തെ ഈ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റി നിർത്താൻ അമ്മയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന ഗോമതി പറയും, ഒന്നും മിണ്ടാതെ നിൽക്കാം. അപ്പച്ചിക്ക് ഏടത്തെ മറക്കാൻ പറ്റുമോ എന്ന് മിത്രയും ചോദിക്കുക. ഞാനെന്തിനാ അവളെ പറ്റി ഓർക്കുന്നേ? അപ്പച്ചി ഇപ്പം ഏടത്തെ പറ്റി ഓർക്കാറേ ഇല്ല. ഞാൻ ഓർക്കാറേ ഇല്ല. ഞാൻ അവളെ മറന്നു കഴിഞ്ഞു. അവളെപ്പോലെ ഒരുത്തി ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഈ പറയുന്നത്ര എളുപ്പമാണോ അമ്മേ അതൊക്കെ എന്ന് മീനു ചോദിക്കുക. അതത്ര എളുപ്പമല്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവളെപ്പോലൊരു പെരുങ്കള്ളിക്ക് ഇനി ഒരിക്കലും എൻ്റെ മനസ്സിൽ ഞാൻ ഇടം കൊടുക്കില്ല എന്ന് ഗോമതി തീർത്തു പറയാം. അപ്പച്ചി ഇങ്ങനൊന്നും പറയല്ലേ, ഏടത്ത് ചെയ്തതൊക്കെ തെറ്റാ. അതിനെ ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുകയൊന്നും അല്ല. പക്ഷേ ഏടത്തിക്ക് നമ്മളോടൊക്കെ സ്നേഹം തന്നെയായിരുന്നു, അതൊരു കള്ളവല്ല എന്ന് പറയാം. മനഃപൂർവ്വം നമ്മളെ ചതിക്കണമെന്നൊന്നും ഏടത്തി ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല എന്ന് മീനാക്ഷിയും പറയാം. അതെ അപ്പച്ചി, അച്ഛനും അമ്മയൊക്കെ നിർബന്ധിച്ചപ്പം ആ പാവം പെട്ടുപോയതായിരിക്കും. കഴിഞ്ഞോ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ഇപ്പം ഗോമതി ചോദിക്കുക. ഏടത്തിയെ ന്യായീകരിച്ച് കഴിഞ്ഞോന്നാ ചോദിച്ചത് എന്ന് പറയാം. അമ്മേ, ഞങ്ങൾ ന്യായീകരിച്ചതൊന്നും അല്ല. ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. ചിലപ്പം സത്യം അതാണെങ്കിലോ? ചിലപ്പോഴല്ലേ? അപ്പം അതിന് വലിയ ഉറപ്പൊന്നുമില്ല അല്ലേ എന്ന് ഗോമതി ചോദിക്കാം. ചിലപ്പോഴല്ല, ഉറപ്പാ, സത്യം അത് തന്നെയാ എന്ന് മിത്ര തീർത്തു പറയാം. ഞാൻ പണത്തിനെയോ പൊന്നിനെയോ സ്നേഹിക്കുന്ന ഒരാളാണോ? ആണോന്ന് രണ്ടുപേരോടുമായിട്ട് ചോദിക്കാം. എനിക്കതിനോടൊക്കെ എന്തെങ്കിലും വാർത്തയുണ്ടോ? നിങ്ങൾക്ക് അതെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? തോന്നിയിട്ടുണ്ടോ ഇല്ലയോ അത് പറ. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി പറയാം. അമ്മയ്ക്ക് പണത്തിനോട് ഒരു ആർത്തിയില്ല, പൊന്നിനോടും ഒരു ആർത്തിയില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. നിനക്കോ മിത്രേ, നിനക്ക് എന്താ അഭിപ്രായം ഉള്ളതെന്ന് ചോദിക്കുക. മീനു ചേച്ചിയുടെ അതേ അഭിപ്രായം തന്നെ എനിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ? ഇല്ല, ഒരു മാറ്റവും ഇല്ല. അപ്പച്ചിക്ക് ഒന്നിനോടും ഒരാർത്തിയുമില്ല. അങ്ങനെയുള്ള എന്നെയാ അവൾ ചതിച്ചത് എന്ന് ഗോമതി അപ്പം പറയാണ്. അത് ശരിയായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളെ കണ്ടിരുന്നത്, അതുപോലെയല്ലേ സ്നേഹിച്ചിരുന്നത്. എന്നിട്ട് അവൾ എന്നോട് ചെയ്തത് എന്താ എന്ന് ഗോമതി വീണ്ടും ചോദിക്കുക. നിങ്ങളെ ആരെയും മരുമക്കളല്ലല്ലോ, മക്കളെ പോലെയല്ലേ ഞാൻ സ്നേഹിക്കുന്നത്. ആരോടെങ്കിലും ഞാൻ മരുമക്കളെ പോലെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ആയിരുന്നില്ലേ നമ്മളൊക്കെ തമ്മിലുള്ള അടുപ്പം? ഞാൻ നിങ്ങളോട് എന്തെങ്കിലും മറച്ചു വെക്കാറുണ്ടോ? എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്.
ഉണ്ടായിരുന്നോ ഇല്ലയോ? നിങ്ങൾക്കിപ്പോഴും എന്നോട് എന്ത് വേണേലും തുറന്ന് പറയത്തില്ലേ? ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് അപ്പം മീനു പറയാം. അതെ, അത് നിങ്ങൾ സമ്മതിച്ച് തരുന്നുമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയാണ് ഇവിടെ ജീവിച്ചത്. എന്നിട്ട് അവൾ എന്താ ചെയ്തത്? ഒരു മനസ്സായിട്ട് അമ്മേ അത് വേണ്ട, നിർത്ത്. നിനക്കൊക്കെ അവളെ ന്യായീകരിക്കാൻ 100 കാര്യങ്ങളുണ്ടാവും. എപ്പോഴെങ്കിലും എന്നോടെങ്കിലും അവൾക്ക് ഈ സത്യങ്ങൾ തുറന്ന് പറയാമായിരുന്നില്ലേ? പറയാമായിരുന്നോ എന്ന് വീണ്ടും ഗോമതി ദേഷ്യത്തോടു കൂടി ചോദിക്കുക. എന്താ, നിങ്ങൾക്ക് മറുപടി ഇല്ലേ? നിങ്ങളായിരുന്നു അവളുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് 2 പേരോടും ചോദിക്കാം. അപ്പം മീനുവിനും ഇത്രയ്ക്കും മറുപടിയില്ല. നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നെന്ന് എനിക്ക് ഉത്തരം വേണം, പറഞ്ഞേ പറ്റൂ എന്ന് പറയാം. പെട്ടെന്ന് മിത്ര പറയും, അതിപ്പം നിങ്ങൾ എന്നോട് തുറന്ന് പറയുമായിരുന്നോ? അതോ അവൾ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്യുമായിരുന്നോ? ഞാൻ തുറന്നു പറയുമായിരുന്നു അമ്മേ എന്ന് മീനുവിൻ്റെ അഭിപ്രായം പറയും. തുറന്നു പറയുമായിരുന്നു അല്ലേ? നീയോ മിത്രേ, നീ തുറന്നു പറയുമായിരുന്നോ? ഞാനും തുറന്നു പറയുമായിരുന്നു അപ്പച്ചി. പിന്നെ എന്തുകൊണ്ട് അവൾ എന്നോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ല? നിങ്ങൾക്ക് നൽകുന്ന അതേ സ്നേഹവും പരിഗണനയല്ലേ അവൾക്ക് ഞാൻ നൽകിയത് എന്ന് ചോദിക്കാം. എന്നും പറഞ്ഞ് ഗോമതി തലയ്ക്ക് കൈകൊടുത്തിരിക്കുക. നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ കള്ളം മറച്ചു വെക്കാതെ എന്നോട് തുറന്ന് സംസാരിക്കുമെന്ന്. അത് എന്തുകൊണ്ടാണെന്ന് അറിയാവോ എന്ന് ഗോമതി അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് എന്നിലൊരു വിശ്വാസം ഉള്ളതുകൊണ്ട്, ഞാൻ കാണിക്കുന്ന സ്നേഹവും അടുപ്പവും തിരിച്ചും നിങ്ങൾക്ക് എന്നോടുള്ളത് കൊണ്ട് അല്ലേ എന്ന് ചോദിക്കാം. അത് കേൾക്കുന്ന മീനും ഇത്രയും പരസ്പരം നോക്കുക. അതേ സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമുള്ളത്. നിങ്ങൾക്കെതിരായിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന വിശ്വാസം, ആ വിശ്വാസം അവൾക്ക് എന്നോട് ഉണ്ടായിരുന്നില്ല, സ്നേഹവും ഉണ്ടായിരുന്നില്ല. അമ്മ ഇങ്ങനൊന്നും പറയല്ലേ അമ്മേ. ഏടത്തി ഭയന്നിട്ടാണെങ്കിലോ ഞാൻ അങ്ങനെ തന്നെ പറയും മീനു, എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കത്തുള്ളൂ എന്ന് ഗോമതി പറയാം. സ്നേഹത്തിൽ കള്ളത്തരം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സത്യസന്ധത ഉള്ളിടത്തെ സ്നേഹം ഉണ്ടാകൂ. എവിടെ കള്ളമുണ്ടോ അവിടെ സ്നേഹം ഉണ്ടാകില്ല. അത് വെറും കാട്ടിക്കൂട്ടൽ മാത്രമായിരിക്കും. അവൾക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹം സത്യസന്ധമായിരുന്നെങ്കിൽ അവൾ എന്നോട് എന്തും തുറന്നു പറയുമായിരുന്നു. കാരണം അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ അതിന് അവൾക്ക് അങ്ങനെ സാധിക്കുമായിരുന്നുള്ളൂ. ഞാൻ അവളുടെ കൂടെ ഉണ്ടാകുമെന്ന വിശ്വാസം അവൾക്കുണ്ടാകുമായിരുന്നു. പക്ഷെ ഇതൊന്നും അവൾക്ക് എന്നോട് ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ഗോമതി ചോദിക്കുക. അതില്ലാതെ പോയതാ. അവൾക്ക് എന്നോട് ഉണ്ടായിരുന്ന സ്നേഹം അത് സ്നേഹമായിരുന്നില്ല. അതുകൊണ്ടാ അമ്മ ഏടത്തിയുടെ ആംഗിളിൽ നിന്ന് ആലോചിച്ച് നോക്കിക്കുക അമ്മേ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഏടത്തി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നേക്കാം. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കും എന്നുള്ള ഭയം ഏടത്തിക്കുണ്ടാകുമായിരുന്നേക്കും. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത് എന്ന് ഗോമതി പറയാം. അവൾ ശ്രമിച്ചത് എന്തിനാണെന്നറിയോ എന്ന് ചോദിക്കാം. അവളുടെ കള്ളത്തരങ്ങൾ ഒരിക്കലും പുറത്തു വരാതിരിക്കാനാ, ആരും ഒന്നും അറിയാതിരിക്കാനാ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. അങ്ങനെ എത്ര കാലം അവൾക്കിവിടെ ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം അവൾക്കിവിടെ ജീവിക്കാൻ അവൾ ശ്രമിച്ചത്. അതുമാത്രമായിരുന്നു അവളുടെ ഉദ്ദേശം എന്ന് പറയണേ. അപ്പം മീനും ഇത്ര എന്ത് പറയണമെന്നറിയാതെ പരസ്പരം നോക്കുക. അവളുടെ ആ പെരുങ്കള്ളൻ തന്ത, അയാൾ ഒറ്റ ഒരുത്തൻ കാരണമാ അവളുടെ ഉദ്ദേശം തെറ്റിപ്പോയത്. അയാള് പുതിയ കള്ളത്തരം ചെയ്തതുകൊണ്ടാ അവൾ പിടിക്കപ്പെട്ടത് എന്ന് ഗോമതി പറയാണ്. അയാൾ കടയിൽ കയറി മോഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും പുറത്തു വരില്ലായിരുന്നു. ആരും ഇതൊന്നും അറിയാനും പോകുന്നില്ലായിരുന്നു. അവൾ ഇവിടെ സമാധാനത്തോടെ ജീവിക്കും. എൻ്റെ ആനന്ദോ, പാവം ആനന്ദ് നീറി ഈ കള്ളത്തരങ്ങളെല്ലാം മനസ്സിൽ സ്വയം ഉൾക്കൊണ്ട് നീറി സ്വയം സഹിച്ച് ആരോടും ഒന്നും പറയാൻ കഴിയാതെ ഇഞ്ചിഞ്ചായിട്ട് തീർന്നേനെ എന്ന് പറയാം. അവൻ ചിലപ്പം എന്തെങ്കിലും കടുങ്കൈ ചെയ്തേനെ എന്ന് ഗോമതി പറയണം കേട്ടോ. അപ്പം മീനും ഇത്രയും എന്ത് പറയണമെന്ന് അറിയാതെ വീണ്ടും ഗോമതിയെ നോക്കുക. അപ്പോഴും നമുക്ക് ആർക്കും സത്യം എന്താണെന്ന് മനസ്സിലാകില്ല. അവളായിട്ടൊട്ട് പറയാനും പോകുന്നില്ല. അന്ന് നമ്മളൊക്കെ അവളെ ഓർത്തായിരിക്കും സഹതപിക്കുന്നത്, അവളെ ഓർത്തായിരിക്കും കരയുന്നത്. പക്ഷേ അവളോ സമാധാനത്തോടെ ജീവിക്കും. അവൾ കാരണം അവനങ്ങനെ ചെയ്തു എന്ന് ആരെങ്കിലും ചിന്തിക്കോ എന്ന് ചോദിക്കാം. അമ്മേ, എല്ലാ കാര്യത്തിനും 2 വശങ്ങളില്ലേ, നമ്മൾ അതും കൂടി എന്ന് മീനു പറയാം. ഞാൻ നിങ്ങളോടൊരു കാര്യം തീർത്ത് പറയാം. നിങ്ങൾ എന്നോട് അവളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്കത് കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല. ഞാനൊട്ട് കേൾക്കുകയുമില്ല. ഞാൻ അവളുടെ നേരെ കൊട്ടിയടിച്ചതേ ഈ വീടിൻ്റെ വാതിൽ മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ വാതിൽ കൂടിയാ. ഇനി ഒരിക്കലും അവൾക്ക് തുറക്കാൻ പോകുന്നില്ല. അവൾക്കായിട്ട് ഞാനിത് തീരുമാനിച്ച് തന്നെയാണ് ഓരോന്നും ചെയ്തത്, അല്ലാതെ വെറുതെയൊന്നുമല്ല. അവളെ ന്യായീകരിക്കാനോ അവളുടെ പക്ഷം പിടിക്കാനോ നിങ്ങൾ ആരും എൻ്റെ അടുത്തേക്ക് വരരുത്. നിങ്ങൾക്ക് സ്വയം എന്ത് വേണമെങ്കിലും പറയാം, എൻ്റെ അടുത്തേക്ക് അതും പറഞ്ഞുകൊണ്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അല്ലാതെ അവളുടെ കൂടെ അല്ല നിൽക്കേണ്ടത് എന്ന് തീർത്തു പറയണം കേട്ടോ. പെട്ടെന്ന്
ഫോൺ വെല്ലടിക്കുകയാണ് മീനുവിൻ്റെ. അപ്പം അത് ദേവിയാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പം അമ്മയുടെ മുന്നിൽ വെച്ച് അത് എടുത്തു കഴിഞ്ഞാൽ ശരിയാകില്ല എന്നുള്ളത് കൊണ്ട് ഓഫീസിൽ നിന്നൊരു കോളാ, ഞാൻ ഇപ്പോൾ വരാമേ എന്ന് പറഞ്ഞ് മീനു അവിടെ നിന്ന് അങ്ങോട്ട് മാറി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗോമതി അവളെ തന്നെ നോക്കുന്നുണ്ടെങ്കിലും വീണ്ടും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പച്ചോട് എന്ത് പറയണമെന്നറിയാതെ മിത്രയും അവിടെ തന്നെ ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് പറയും, ആനന്ദ് ബന്ധം വേർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഗോമതി പറയാണ്. ഞാൻ അവനോടൊന്നും സംസാരിക്കില്ല, അവൻ്റെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ എന്നേ ഞാനിപ്പം തീരുമാനിച്ചിട്ടുള്ളൂ. പിന്നെ നിനക്കോ മീനുവിനോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് സംസാരിക്കാം, അതിനെ ഞാനൊട്ട് എതിർക്കുകയുമില്ല എന്ന് ഗോമതി പറയാം. നിങ്ങൾ സംസാരിക്കുകയോ സംസാരിക്കാതിരിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. പക്ഷേ എൻ്റെ അടുത്തേക്ക് അവളുടെ കാര്യവും പറഞ്ഞുകൊണ്ട് വരുന്നേക്കരുത്, ഞാനത് ആഗ്രഹിക്കുന്നില്ല കേൾക്കാൻ, എനിക്കത് കേൾക്കുകയും വേണ്ട എന്ന് തീർത്തു പറയാം. അതേസമയം മിത്ര ഇങ്ങനെ ചിന്തിക്കുക, അപ്പച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ ദേവിയടുത്തേക്ക് വേണ്ടി സംസാരിക്കണമെന്നാണോ അതോ സംസാരിക്കേണ്ടെന്നാണോ? നീ എന്താ ഇരുന്ന് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പം ഗോമതി, ഒന്നുമില്ല അപ്പച്ചി, ഞാൻ വെറുതെ ഇരുന്നതാ എന്ന് പറയണേ. നീയൊക്കെ എന്താ ആലോചിക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഗോമതി അപ്പം പറയണേ. ഇല്ലപ്പച്ചി, ഒന്നും ആലോചിച്ചില്ല എന്ന് അപ്പം വീണ്ടും നമ്മുടെ മിത്ര പറയാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അപ്പം